ചൊല്ലുന്നവൻ നന്നാകുന്ന. ചൊല്ലുന്നവൻ നന്നാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ നന്നാവലാവട്ടെ, ആന്തരികമായ നന്നാവലാവട്ടെ, നീയമായും കച്ചവടം നന്നാവലാവട്ടെ, സ്വഭാവം നന്നാവലാവട്ടെ, പാപങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കലാവട്ടെ, ഇങ്ങനെ പലതരത്തിലും നന്നാവലുണ്ട്. ആ നന്നാവൽ നമുക്ക് കിട്ടും. ഇത് ചൊല്ലുന്നവനും ഇവന്റെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാവട്ടെ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ഓഫിറ ലഹു വാലി വാലിദിഹി, അവനിക്കും അവന്റെ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഒരു തവണ ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പിന്നെ സ്വലാത്ത് പറഞ്ഞാൽ ഫഖദ് ഫതഹ അലാ 70 ബാബൻ മിനർ റഹ്മ, അല്ലാഹുവിന്റെ 70 കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഇവനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവനിക്ക് വലിയ സ്വാധീനമുണ്ടാകും. ശത്രുക്കളുടെ മനസ്സിൽ പോലും നമ്മളോട് ഒരു ഇഷ്ടം അല്ലാഹു തആല തോന്നിക്കുമെന്നാണ്. മാത്രമല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള സുന്ദരമായ ഒരു അവസരം കൂടി നമുക്കുണ്ടാകുമെന്ന്. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ ജിസി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ചൊല്ലുന്നവർ മുടക്കണ്ട, ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഈ സ്വലാത്ത് ചൊല്ലണം.